ഹായ്. ഇന്ന് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, സ്നാനം, ബാപ്റ്റിസം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് ആക്ച്വലി ക്രിസ്ത്യൻ ഇതിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പുള്ള ഒരു സ്നാനം കാണാൻ സാധിക്കും. ആക്ച്വലി രണ്ട് ടൈപ്പ് അല്ല, മെയിൻലി രണ്ട് ഏജിൽ, ലൈക്ക് ഒരു ശിശു സ്നാനമായിട്ട് നമുക്ക് ബാപ്റ്റിസം എന്നുള്ളത് നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. ലൈക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ലൈക്ക് കുഞ്ഞ് പൊടിക്കൈ ആയിരിക്കുമ്പോൾ തന്നെ കുട്ടീനെ സ്നാനപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഉള്ള ഒരു സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രായപൂർത്തിയായിട്ട് അവർ ഹോളി കമ്മ്യൂണിയൻ അല്ല കേട്ടോ, ഇത് സ്നാനമാണ്. അവരെന്നെ പറഞ്ഞ് ലൈക്ക് സ്വന്തം ഇഷ്ടത്താൽ പറഞ്ഞിട്ട് ജലത്തിൽ വെള്ളത്തിൽ സ്നാനം പോകുന്നതായിട്ട്. അപ്പോൾ ഇതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളതല്ല നമ്മൾ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഏതാണ് കറക്റ്റ്, ലൈക്ക് അതിന് ഒരു മറ്റത് തെറ്റാണ് എന്നുള്ളതല്ല, ലൈക്ക് ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ എന്തിനാണ് ദൈവം അല്ലെങ്കിൽ വചനം ഏതാണ് ഫോളോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ശിശുസ്നാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വചനത്തിൽ എവിടെയും നമുക്ക് അതിനെക്കുറിച്ച് കോട്ട് ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കമൻറ്റോ ഒന്നും കണ്ടിട്ടില്ല. പഴയ നിയമത്തിലായിക്കോട്ടെ, പുതിയ നിയമത്തിലാണ് സ്നാനത്തിന്റെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നത്. പുതിയ നിയമത്തിൽ നമുക്കത് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, പുതിയ നിയമത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ യേശുക്രിസ്തു തന്നെയാണ്. ലൈക്ക് എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ആദ്യം യേശുക്രിസ്തു അത് മോഡലായി കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും. സോ യേശുക്രിസ്തു ചെയ്തത് എന്താണ്? ഒരു പ്രായം കഴിഞ്ഞ് യേശുക്രിസ്തു സ്വയം പോയി സ്നാനം മുങ്ങുകയാണ് ചെയ്തത്. യേശുക്രിസ്തു മോഡലായി കാണിച്ചു തന്നതും ആ ഒരു ടൈപ്പ് സ്നാനത്തിനെയാണ്. യേശുക്രിസ്തു മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞതും, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണെങ്കിലും ചെയ്യുന്നതും, യോഹന്നാൻ ചെയ്യുന്നതാണെങ്കിലും യേശുക്രിസ്തു ഫോളോ ചെയ്തത്, യേശുക്രിസ്തു ചെയ്യുന്നതും ചെയ്യാൻ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു സ്നാനമാണ്. ഓക്കെ, അതാണ് ബേസിക്കലി രണ്ട് റീസൺ. അത് ഏത് സ്നാനമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം നമുക്ക് ഇത്രയും എവിഡൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, എവിഡൻ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ലൈക്ക് വചനത്തിൽ പറയാത്തൊരു കാര്യം നമ്മൾ എന്തിനു ചെയ്യുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തു കാണിച്ചു തന്ന കാര്യമല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതിന് വളരെ ആ ഒരു ഡിബേറ്റ് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നതാണ് ലൈക്ക് എന്തുകൊണ്ടാണ് ഒരു കാര്യം യേശുക്രിസ്തു ദൈവം പറയുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടല്ലോ, ലൈക്ക് ഒരു ലോജിക് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏതാണ് ശരി തെറ്റെന്നുള്ളത് ആക്ച്വലി കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിനാണ് നമ്മൾ എന്താണ് ബാപ്റ്റിസം, എന്താണ് ബാപ്റ്റിസത്തിലൂടെ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ വചനത്തിൽ ബാപ്റ്റിസം എന്ന് പറയുന്നത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതൊരു യൂണിയൻ അല്ലെങ്കിൽ റീയൂണിയൻ എന്നും പറയാം വിത്ത് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഗോഡ് എന്നുള്ളതാണ്. അതാണ് ബേസിക്കലി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. നമ്മൾ ദൈവമായിട്ട് വീണ്ടും ഒന്ന് ചേരുക എന്നുള്ളതാണ്. സോ വീണ്ടും ചേരുക എന്ന് പറയുമ്പോൾ എന്ത് പറ്റി, നമ്മൾ വിട്ടുപോയോ എന്നുള്ള പല ക്വസ്റ്റ്യൻസും ഉണ്ടല്ലോ. സോ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. പാപം കാരണം മനുഷ്യനും ദൈവവും തമ്മിലൊരു വളരെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് യേശുക്രിസ്തു, ലൈക്ക് നമുക്ക് ഇത് പുതിയ നിയമത്തിലോട്ടേക്ക് വരുമ്പോഴാട്ടോ ഞാൻ പറഞ്ഞ പോലെ സ്ഥാനത്തിന്റെ ഒരു ലൈക്ക് ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം, യേശു ജനത്തെ സൃഷ്ടിച്ചു, ഇസ്രായേൽ മക്കളെ ദൈവം അങ്ങനെ കൊണ്ടു നടന്നു. പക്ഷെ പലപ്പോഴും വിട്ടുപോയി. പിന്നെ ദൈവം അവർക്ക് വേണ്ടിയിട്ടുള്ള സാക്രിഫൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു, ലൈക്ക് പാപമോചനമായിട്ടും കാര്യങ്ങൾക്കൊക്കെ. സോ അങ്ങനെ വന്നിട്ടും ബട്ട് ഇൻ ദി എൻഡ് പുതിയ നിയമം ആയപ്പോൾ പിന്നെയും ആ ഒരു പാപം കാരണം there was a ഗ്യാപ്പ്, ലൈക്ക് ദൈവവും മനുഷ്യനും തമ്മിൽ. സോ ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നമുക്ക് മനുഷ്യരുമായിട്ടുള്ള ഒരു ഗ്യാപ്പ്. ബിക്കോസ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ മനുഷ്യരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനാണ്. ദൈവം വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. നമുക്ക് ത്രൂ ഔട്ട് ദി ബൈബിൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്തതും ചെയ്യുന്നതും. സോ ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇത് തന്നെയാണ്, മനുഷ്യരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാപം കാരണം, ബിക്കോസ് ദൈവം അത്രയും ഹോളിയാണ്, അത്രയും ഫെയ്ത്ത്ഫുൾ ആണ്, അത്രയും റൈച്ചസ് ആണ്. ലൈക്ക് ആ പാപം കാരണം ദൈവത്തിന് നമ്മളോട് ഇടപെടാനോ അല്ലെങ്കിൽ നമ്മളിലൂടെ പ്രവർത്തിക്കാനോ നമ്മളെ ബ്ലെസ് ചെയ്യാനോ അല്ലെങ്കിൽ ബേസിക് നമ്മുടെ കൂടെ നടക്കുവാനോ ദൈവത്തിന് സാധിച്ചില്ല. സോ അതിനൊരു പരിഹാരമായിട്ട് ഒരു സാക്രിഫൈസിന്റെ ആവശ്യം വന്നു.
എന്തുകൊണ്ട് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേറൊരു ടോപ്പിക്കാണ്, നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. എല്ലാ പാവമോചനത്തിനും ഒരു സാക്രിഫൈസ് അങ്ങനത്തെ കാര്യങ്ങളും വേണം. അത് നമുക്ക് പിന്നീട് ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. സോ ഒരു സാക്രിഫൈസ് വേണ്ടി വന്നു, ഒരു 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 കുഞ്ഞാടിന്റെ മരണം അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ ഒരു സാക്രിഫൈസ് നമുക്ക് അവിടെ ആവശ്യമാണ്. സോ സാധാ ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഇതിന് പോരാ. കാരണം ഒരാളുടെ പാവമോ ഒരു ദേശത്തിന്റെ പാവമോ അല്ല അവിടെ നമുക്ക് വേണ്ടി ദൈവം മാറ്റാൻ പ്ലാൻ ചെയ്തത്. ദ ഹോൾ വേൾഡിന്റെ പാപം, അതും കുറച്ചൊന്നും അല്ല, ഒത്തിരി പാപമുണ്ട്, ഒത്തിരി ബേർഡൻ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളാണ്. സോ അതിന് അത്രയും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഹോളി ആയിട്ടുള്ള ഒരു ബ്ലഡ് ആവശ്യം വന്നു. സോ അതിനു വേണ്ടിയിട്ടാണ് ദൈവം യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലോട്ടേക്ക് അയക്കുന്നത്. ആൻഡ് യേശുക്രിസ്തു ഭൂമിയിലോട്ടേക്ക് വന്നു, ഇവിടെ മനുഷ്യനായി ജനിച്ചു, ജീവിച്ചു, ആൻഡ് ഇൻ ദി എൻഡ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞാൻ ഈസ്റ്റർ മെസ്സേജിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. സോ അതിലോട്ടേക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. സോ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ആയപ്പോൾ എന്ത് പറ്റി, അവിടെ ആ പാപത്തിന്റെ ഒരു സാക്രിഫൈസ് ആയിട്ട് ഒരു പാപമോചനം അവിടെ നടക്കുകയുണ്ടായി. സോ അതുകൊണ്ട് ദൈവത്തിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന ഏത് വ്യക്തിക്കും ദൈവത്തിനോട് വീണ്ടും കണക്ട് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റീയൂണിയൻ അല്ലെങ്കിൽ ഒരു യൂണിയൻ നമുക്ക് വീണ്ടും കണക്ട് ചെയ്യാൻ സാധിച്ചു. അവിടെ ആ ഒരു പാപം എന്നുള്ളൊരു ഗ്യാപ്പ് പോയി, അവിടെ ദൈവം യേശുക്രിസ്തു ത്രൂവിൽ ഒരു ബ്രിഡ്ജ് പണിയുക. സോ ദാറ്റ് വി ക്യാൻ അപ്രോച്ച് ഗോഡ് ആൻഡ് ഗോഡ് ക്യാൻ അപ്രോച്ച് അസ്. സോ അതിനെയാണ് നമ്മൾ സാൽവേഷൻ, രക്ഷ. കാരണം നമ്മൾ പാപത്തിൽ പണിഷ്മെന്റ് കിട്ടി നിൽക്കുന്ന നമ്മളോട് ദൈവം ഗ്രേസും മേഴ്സിയും എല്ലാം കാണിച്ച് നമുക്ക് രക്ഷ തരികയാണ്. ആൻഡ് അതും നമ്മുടെ കഴിവുകൊണ്ടല്ല, വചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ ഈ പറഞ്ഞ പോലെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്കത് കിട്ടുന്നത്. സോ അത് എല്ലാ വ്യക്തികൾക്കും അവൈലബിൾ ആണെങ്കിലും ഇറ്റ് ഇസ് അവർ ഡ്യൂട്ടി, കാരണം നമ്മുടെ ഫ്രീ വില്ലാണല്ലോ. സോ നമ്മുടെ ഡ്യൂട്ടിയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. സോ ആ ഒരു രക്ഷയെ അല്ലെങ്കിൽ യേശുക്രിസ്തു ചെയ്ത ഈ ഒരു മഹാ കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവമായിട്ടൊരു കണക്ഷൻ വീണ്ടും ഉണ്ടാക്കുക, അതിൻ്റെ ഒരു ഉടമ്പടിയാണ് ആക്ച്വലി, ഒരു കവനന്റ് ആണ് ആക്ച്വലി സ്നാനം എന്ന് പറയുന്നത്. സോ അത് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു ജനിച്ചൊരു കുട്ടിക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടില്ല. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ് സ്നാനത്തിലൂടെ നടക്കുന്നത്. സോ സ്നാനത്തിന്റെ ബേസിക് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ലൈക്ക് നമ്മളും വെള്ളത്തിൽ മുങ്ങുകയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുപോലെ. ആൻഡ് വീണ്ടും നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഒരു പുതിയ സൃഷ്ടിയായിട്ട്, ലൈക്ക് ആ പാപങ്ങളില്ലാതെ, പാപങ്ങളെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട്. സോ നമ്മളും വെള്ളത്തിൽ മുങ്ങി വീണ്ടും വിശ്വസിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ നമ്മളും ഒരു പുതിയ സൃഷ്ടിയാണ്. നമ്മൾ പാവമില്ലാത്തൊരു വ്യക്തികളാണ്. വീണ്ടും പാപം ചെയ്യും, അവിടെ നമുക്ക് വീണ്ടും ആ ഒരു റീകൺസിലേഷൻ ഈ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ടും പാപത്തിനെ ജയിച്ചുകൊണ്ടും മാത്രമാണ്. സോ ഇതിലോട്ടേക്കുള്ളൊരു എന്താ പറയുക വിശ്വാസം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കാം എന്നുള്ള ഒരു കവനന്റ് അല്ലെങ്കിൽ വീണ്ടും യേശുക്രിസ്തുവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആ സ്നാനത്തിന്റെ കോൺസെപ്റ്റ്. സോ ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് സ്നാനത്തിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഈ വീഡിയോന്റെ പാർട്ട് 2 കുറച്ചും കൂടെ ബിബ്ലിക്കലായിട്ട് എന്താണ് സ്നാനം, എങ്ങനെയാണെന്നുള്ളതും ആ ഒരു പ്രാക്ടിക്കൽ വശം, ആരാണ് സ്നാനപ്പെടേണ്ടത്, സ്നാനപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിന്റെ ഒരു പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. സോ ഐ ഹോപ്പ് ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് മോർ ഓവർ ദിസ് കോൺസെപ്റ്റ് നമ്മൾ ഈ കാര്യത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ മഹാകാര്യത്തിനാണ്. അത്രയും സഫർ ചെയ്തുകൊണ്ട് അടിയേറ്റ് രക്തം ചിന്തിയിട്ടാണ് നമുക്ക് വേണ്ടി ഈ ഒരു കാര്യം, രക്ഷ, സാൽവേഷൻ യേശുക്രിസ്തു മേടിച്ചു തന്നത്. സോ അതിനെ ഓണർ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, അതിനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക. താങ്ക് യു.